ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് റിലേറ്റഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേക്കിലൊക്കെ ചേർക്കുന്ന ടൂട്ടി ഫ്രൂട്ടി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു പച്ച പപ്പായ എടുത്തിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് ഒരേ വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാട്ടുണ്ടാവുന്ന പപ്പായയിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഈ പപ്പായ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അത് ഈ പപ്പായയുടെ കളർ ഒന്ന് ട്രാൻസ്പെറന്റ് ആണ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. കണ്ടില്ലേ, ട്രാൻസ്പെറന്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. നമ്മളിവിടെ 1.25 കപ്പ് ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അതേ അളവ് തന്നെ വെള്ളവും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഷുഗർ ഒന്ന് ഡിസോൾവ് ആണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഷുഗർ നന്നായി ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഇതിലത്തെ ഈ ഷുഗറിന്റെ ഇതൊക്കെ മധുരമൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കട്ടെ. അപ്പൊ കണ്ടില്ലേ, ഇതിലത്തെ ഷുഗർ സിറപ്പൊക്കെ നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്മേ നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഇതിന്മേ ഈ ഷുഗർ സിറപ്പ് നന്നായി കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. കുറച്ച് വാനില എസൻസ് ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാത്തിനും കളർ ചേർക്കാം. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് കണ്ടില്ലേ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല തിക്കൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതേപോലത്തെ ഒരു അരിപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിലെ 3 സൈഡിലായിട്ട് സെപ്പറേറ്റ് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതിലത്തെ ഈ സിറപ്പൊക്കെ ഒന്ന് ഡ്രൈ ആയി പോകാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പൊ കണ്ടില്ലേ, നമ്മൾ ടൂട്ടി ഫ്രൂട്ടി നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പൊ ഞങ്ങളിത് സത്യം പറഞ്ഞാൽ ആ അരിപ്പയിൽ വെച്ചപ്പോൾ ശരിക്കും അങ്ങോട്ട് ഡ്രൈ ആയില്ല. അപ്പൊ ഞങ്ങളൊരു 10 മിനിറ്റ് ഓവന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മളിത് വീട്ടിൽ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഒറ്റ പപ്പായ കൊണ്ട് നമ്മൾ ഇത്ര അധികം ഉണ്ടാക്കി. അപ്പോൾ ഇനി നമ്മൾ വല്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ, പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ചാനൽ.